നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം പരസ്പരം നാശം വിതച്ച് യുദ്ധവിമാനങ്ങളും മിസൈലുകളുമൊക്കെ ചീറിപ്പായുന്നു. ഇരുവരും തമ്മിൽ കാലങ്ങളായി തുടരുന്ന വൈര്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഈ യുദ്ധം. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ അടുത്തെത്തി എന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ മണ്ണിൽ തങ്ങളുടെ വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ അറ്റകൈ യുദ്ധത്തിലേക്ക് കടക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ പിന്നോട്ടെടുപ്പിക്കാൻ മാത്രമാണോ ഇസ്രായേൽ തുടങ്ങിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ? പതിറ്റാണ്ടുകളായി തങ്ങൾക്ക് നേരെ നേർക്കുനേർ നിൽക്കുന്ന ഒരു ശത്രുവിനെ ഭൂമുഖത്തില്ലാതാക്കുക, അതുതന്നെയാവും ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുകയാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഒരു വശത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളുമൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുന്നു. മറുവശത്ത് സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നേറ്റം. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി ശാസ്ത്രജ്ഞരെയും ആണവ വിദഗ്ധരെയും ഒക്കെ മുൻപും വധിച്ചിരുന്നു ഇസ്രായേലിന്റെ മൊസാദ്. അതും ഇറാൻ മണ്ണിൽ നുഴഞ്ഞു കയറി ഇസ്രായേൽ ചാരന്മാർ ആണവ പദ്ധതിയെ നിരന്തരം തുരങ്കം വെച്ചിരുന്നു. ഒരാണവ രാഷ്ട്രമാക്കാനുള്ള അഭിലാഷത്തിന്റെ പേരിൽ ഇറാന് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ വലിയ തോതിൽ ഉപരോധം വരെ ഏർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ ഇറാൻ അമേരിക്കൻ ഉപരോധം മൂലം സാമ്പത്തികമായി പോലും നട്ടം തിരിഞ്ഞ നാളുകൾ. ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്ന ഏതു പ്രകോപനവും അവരുടെ ആണവ പദ്ധതികളുടെ വേഗം കൂട്ടുക മാത്രമേ ചെയ്യൂ എന്ന് വിശദീകരിക്കുന്നവരുണ്ട്. ഇവിടെയാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെ നടുവൊടിക്കാൻ ഇസ്രായേലിന് കഴിയുമോ എന്ന ചോദ്യം അർത്ഥവത്താകുന്നത്. പക്ഷേ അതിനു മുൻപ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കണം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 3:30 ഇസ്രായേൽ തുടങ്ങിവെച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ആക്രമണ പദ്ധതി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവായുധമെന്ന ലക്ഷ്യത്തിനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം നദാൻസിലെ ആണവ കേന്ദ്രം തകർത്തുകൊണ്ടായിരുന്നു ആക്രമണത്തിന് തുടക്കമിട്ടത് ഇസ്രായേൽ. മരുഭൂമിയിലെ ഭൂമിക്കടിയിൽ 3 നില താഴ്ചയുള്ള നദാൻസ് ആണവ കേന്ദ്രം ഇറാൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത ഇടങ്ങളിൽ ഒന്ന് എന്നാണ്. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നുവെന്ന് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. തിരമാല പോലെ ടെഹ്റാൻ നഗരത്തിന് മുകളിലേക്ക് പറന്നു വന്നത് ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ. 100ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയ ആദ്യ ദിന ആക്രമണങ്ങളിൽ തരിച്ചു നിന്നു ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഉന്നതരടക്കം 20 ഉയർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചുകൊണ്ടാണ് ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടത്. ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഇസ്രായേൽ ആക്രമണം. ശത്രു അത്ര നിസ്സാരനല്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശത്രുവിൻ്റെ മർമ്മം തകർക്കുന്ന ആക്രമണം ആദ്യ ദിനം ഇസ്രായേൽ പുറത്തെടുത്തത്. ആണവ പദ്ധതിയുടെ ശില്പി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവൻ ജനറൽ ഹൊസൈൻ സലാമി, സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഖാരി, മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, ആണവ ഏജൻസി മുൻ തലവൻ മുഹമ്മദ് മഹ്ദി എന്നിവരെ അടക്കം വധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത്. ഇസ്രായേൽ ഇറാൻ വൈര്യത്തിന് പിന്നിലെന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ചരിത്രപരമായ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലത്ത് സൈനിക തലത്തിൽ വരെ പരസ്പരം സഹകരിച്ചിരുന്ന 2 സുഹൃത്ത് രാജ്യങ്ങൾ പിന്നീടവർ ശത്രുക്കളായി. ഈ ഭൂമുഖത്ത് നിന്ന് ജൂതന്മാരുടെ രാഷ്ട്രം ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് അലി ഖമേനി ഒരിക്കൽ പറഞ്ഞിരുന്നു. അതാണ് തൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നും ഇറാൻ പരമോന്നത നേതാവ് പലപ്പോഴും വ്യക്തമാക്കി. 7 പതിറ്റാണ്ടിലേറെ നീണ്ട ചരിത്രമുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. 1948 ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് മുതൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ കഴിഞ്ഞിരുന്നു. 1947 മുതൽ 53 വരെയുള്ള ഇസ്രായേലിൻ്റെ തുടക്ക കാലഘട്ടം മാറ്റി നിർത്തിയാൽ 1953 മുതൽ 79 വരെ പഹ്ലവി രാജവംശത്തിൻ്റെ സമയത്തെ സൗഹൃദ കാലഘട്ടമാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ 1979 ഇറാനിയൻ വിപ്ലവം എല്ലാം മാറ്റിമറിച്ചു.
എന്നാൽ 90കളിൽ വീണ്ടും ഇറാൻ ഇസ്രയേലിനെ ചേർത്ത് പിടിച്ചു. ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ ഇറാൻ തകർന്നടിയും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇസ്രയേലിനെ ഇറാൻ ചേർത്ത് പിടിച്ചത്. ഇസ്രയേൽ പലസ്തീൻ വിഷയവും ഇസ്രയേൽ അറബ് യുദ്ധങ്ങളുമൊക്കെ ഇസ്രയേൽ ഇറാൻ ബന്ധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല കാരണങ്ങളായി. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച 11 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇസ്രയേൽ പലസ്തീൻ എന്നീ ജൂത അറബ് രാജ്യങ്ങളായി വിഭജിക്കാനുള്ള നീക്കത്തെ തുടക്കത്തിൽ തന്നെ ഇറാൻ എതിർത്തു. വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത 3 രാജ്യങ്ങളിലൊന്ന്. ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിനെതിരായി ടെഹ്റാനിൽ വലിയ പ്രക്ഷോഭവും മാർച്ചുമൊക്കെ നടന്നിരുന്ന കാലഘട്ടം. ഒടുവിൽ ഇസ്രയേൽ പലസ്തീൻ രാജ്യങ്ങൾ രൂപീകരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തു. ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് അറബ് രാജ്യങ്ങൾ അവരെ കയറി ആക്രമിക്കുന്ന കാഴ്ച. മാസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിൽ പിറന്നു വീണ ഇസ്രയേൽ അറബ് ശത്രുക്കളായ വമ്പന്മാരെ വീഴ്ത്തിയ കഥ. ഒടുവിൽ 1948 ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ UN അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രയേലിന്റെ കൈവശം എത്തിച്ചേർന്നു. ഇതോടെ മേഖലയിൽ ഇസ്രയേലിനെതിരെ അതിശക്തമായ വികാരം അറബ് രാജ്യങ്ങൾക്കിടയിൽ നുരഞ്ഞു പൊന്തി. ആ വർഷം ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രയേലിന്റെ പ്രവേശനത്തിനെതിരെ തുടർന്ന് ഇറാൻ വോട്ട് ചെയ്തു. എന്നാൽ 1950 മാർച്ച് 14 ഇറാൻ ഇസ്രയേലിനെ അംഗീകരിച്ചു. തുർക്കിക്ക് പിന്നാലെ പരമാധികാര രാഷ്ട്രമായി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യം. എന്നാൽ 1952 മുഹമ്മദ് മൊസാദെക് ഇറാന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പാശ്ചാത്യ താൽപ്പര്യങ്ങളാണ് ഇസ്രയേലിന് മുഖ്യം. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായുള്ള ചങ്ങാത്തം ഇറാൻ അപകടം ചെയ്യും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മൊസാദെക് പൂർണ്ണമായും ഒരു ഇസ്രയേൽ വിരുദ്ധനായിരുന്നു. ഒടുവിൽ ഇസ്രയേലിന്റെ മൊസാദ് തന്നെ മൊസാദെകിന് പണിയും കൊടുത്തു. 1953 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസാദെകിനെ അട്ടിമറിച്ചു. തുടർന്ന് പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ പഹ്ലവി വീണ്ടും ഇറാന്റെ ഷാ ആയി മാറി. പഹ്ലവിയുടെ കാലഘട്ടത്തിൽ ഇറാൻ ഇസ്രായേൽ ബന്ധം മെച്ചപ്പെട്ടു. ഇറാനിലെ ഷിയ സുന്നി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ മുഖ്യ തലവേദന. യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഹിറ്റ്ലറിൽ നിന്ന് അതിക്രമങ്ങൾ നേരിട്ട ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം സൃഷ്ടിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സയണിസം വളർന്നു വന്ന കാലഘട്ടം. എന്നാൽ ഇതേ സമയം തന്നെ ഇറാനിലെ ഷിയ വിഭാഗത്തിൽ നിന്ന് സയണിസത്തിനെതിരായ വലിയ വികാരം ഉയർന്നു വന്നു. ഷാ വീണ്ടും അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മേഖലയിലെ പാശ്ചാത്യരുടെ ഉറച്ച സഖ്യകക്ഷിയായി മാറി. ഇതോടെ ഇസ്രായേൽ ടെഹ്റാനിൽ എംബസി സ്ഥാപിച്ചു. ഒടുവിൽ 1970കളിൽ അവർ അംബാസിഡർമാരെ കൈമാറി. ഇസ്രായേലിനും ഇറാനുമിടയിൽ വലിയ തോതിൽ വ്യാപാര ബന്ധം വളർന്നു. ഇസ്രായേലിന്റെ ഒരു പ്രധാന എണ്ണദാതാവായി ഇറാൻ മാറി. ഇറാനിയൻ എണ്ണ ഇസ്രായേലിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും അയക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ പോലും ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ചു. ഇറാനും ഇസ്രായേലിനുമിടയിൽ വിപുലമായ സൈനിക സുരക്ഷാ സഹകരണം ഉറപ്പുവരുത്തി. മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഇരു രാജ്യങ്ങളും ഈ നീക്കങ്ങൾ രഹസ്യമാക്കി വച്ചു. ഇറാൻ ഇസ്രായേലിനെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിന് ഇറാനെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങി. അമേരിക്കയുമായുള്ള ഒരു മികച്ച ബന്ധം ഷാ ഭരണകൂടം ലക്ഷ്യമിട്ടു. ഇതിനുള്ള മുഖ്യ മാർഗമായി ഇസ്രായേൽ ബന്ധത്തെ ഷാ കണ്ടിരുന്നു. സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള സാധ്യത ഷാ ആരാഞ്ഞു. തുടർന്നാണ് സീക്രട്ട് പോലീസ് ഓഫ് ഇംപീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന ഇറാനിയൻ സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗത്തെ രൂപീകരിക്കുന്നത്. 1979-80കളിൽ ഈ സംവിധാനം പിരിച്ചുവിടപ്പെട്ടു. മൊസാദിൽ നിന്ന് പരിശീലനം നേടിയ വലിയ സംവിധാനമായിരുന്നു ഇറാന്റെ ഈ രഹസ്യാന്വേഷണ വിഭാഗം. ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധാനന്തരം താൽക്കാലിക സമാധാനം പുനഃസ്ഥാപിച്ചുവെങ്കിലും സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെട്ടില്ല. പിന്നീട് 1956-ലും 67-ലും 73-ലും 3 പ്രധാന യുദ്ധങ്ങൾക്കിത് കാരണമായി. 67-ലെ 6 ദിന യുദ്ധത്തിൽ പ്രദേശത്തിന്റെ ഭൂപടം ഇസ്രായേൽ മാറ്റിവരച്ചു. കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന അറബ് പ്രദേശങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തി. 67-ലെ 6 ദിന യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ഇറാൻ ബന്ധം ഏറ്റവും ഉച്ചസ്ഥായിയിലായി. ഇസ്രായേലി ദേശീയ വിമാന കമ്പനിയായ എൽ
ടെല്ലവീവിനും ടെഹ്റാനുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് തുടക്കമിട്ടു. എന്നാൽ ഈ ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ചില കാരണങ്ങളുണ്ടായി. 1970കളുടെ മധ്യത്തോടെ ആണവോർജ്ജം വികസിപ്പിക്കാൻ ഇറാനിലെ അന്നത്തെ ഷാ ഭരണകൂടം തീരുമാനമെടുത്തു. സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് ഇത്തരമൊരു നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ഇസ്രായേൽ അനുകൂല നിലപാട് പ്രകടിപ്പിച്ചില്ല. ഇരു രാജ്യങ്ങളുടെ ഭരണകൂടവുമായി ഉറ്റ ബന്ധമുണ്ട് എങ്കിലും ഇറാനിലെ ജനങ്ങൾ ഇസ്രയേലികളെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഇറാനിലെ പുരോഹിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ വലിയൊരു വിഭാഗം പലസ്തീനികളുടെ ദുരവസ്ഥയിലും ഒരു രാഷ്ട്രത്തിനായുള്ള അവരുടെ പോരാട്ടത്തിലും അനുകമ്പയുള്ളവരായിരുന്നു. പലസ്തീനികളോട് വളരെ അനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഇറാനികൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലികളുടെ കണ്ണിലെ കരടായി. 1979 പഹ്ലവി ഭരണം അവസാനിപ്പിച്ച് ഷായെ അട്ടിമറിയിലൂടെ പുറത്താക്കി ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുതിയ ഭരണകൂടം ഇറാനിൽ വരുന്നു. ഇസ്ലാമിക വിപ്ലവം ഇറാൻ-ഇസ്രായേൽ ബന്ധത്തിൽ നിർണായകമായി. 79 ഇസ്ലാമിക വിപ്ലവത്തിനും പഹ്ലവി രാജവംശത്തിന്റെ പതനത്തിനും പിന്നാലെ ഇറാൻ-ഇസ്രായേൽ ബന്ധം തകർന്നടിഞ്ഞു. പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പിറന്നു വീണത് ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്. പുറം ലോകം കാണുന്നതിനപ്പുറമായിരുന്നു ഷായുടെ ഭരണകാലത്തെ ഇറാൻ സ്ഥിതിഗതികളെന്ന് ഇറാൻ വിപ്ലവകാലത്ത് പുറത്തുവന്ന ലേഖനങ്ങളിൽ പുതിയ ഭരണകൂടം അക്കമിട്ട് നിരത്തി. തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകൾ ഷാ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്ന നാളുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അടക്കം പുതിയ സംവിധാനം തച്ചുടച്ചു. വിപ്ലവത്തിന്റെ നേതാവായി ആയത്തുള്ള റൂഹുള്ള ഖൊമേനി വളർന്നു വന്ന കാലഘട്ടം. മുഖ്യമായും ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിയ ലോകവീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സ്വന്തം താൽപ്പര്യങ്ങൾക്കായി പലസ്തീനികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുന്ന അഹങ്കാരികളായ ലോകശക്തികളെയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും എതിർത്ത് തോൽപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്നും യുഎസിനെ വലിയ സാത്താൻ എന്നും ഇറാൻ വിശേഷിപ്പിച്ച നാളുകൾ. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. തുടർന്ന് ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. പൗരന്മാർക്കിനി യാത്ര ചെയ്യാൻ കഴിയില്ല. വിമാന റൂട്ടുകൾ പൂർണ്ണമായി റദ്ദാക്കി. ടെഹ്റാനിലെ ഇസ്രായേൽ എംബസി പലസ്തീൻ എംബസിയായി രൂപാന്തരപ്പെടുത്തി. മുസ്ലിം പുണ്യമാസമായ റമദാനിലെ എല്ലാ അവസാന വെള്ളിയാഴ്ചയും ഖുദ്സ് ദിനമായി അന്നു മുതൽ ഇറാനിലുടനീളം ആഘോഷിച്ചു. പലസ്തീനികളെ പിന്തുണച്ച് വലിയ റാലി. പരസ്യമായി ആയത്തുള്ള റൂഹുള്ള ഖൊമേനി പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി വാദിച്ചു. പലസ്തീൻ പ്രശ്നത്തെ അറബ് ദേശീയ പ്രശ്നം എന്നതിൽ നിന്നും മാറ്റി ഇസ്ലാമിക പ്രശ്നമാക്കി മാറ്റാൻ തുടർന്ന് ഇറാൻ ശ്രമിച്ചു. സുന്നി ഷിയ ഭിന്നതകളെ മറികടക്കാൻ ഇസ്ലാമിക ലോകത്ത് തങ്ങളുടെ നേതൃത്വപരമായ യോഗ്യതകൾ ഉയർത്തിപ്പിടിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു പുതിയ ഭരണകൂടം. അമേരിക്കയുമായി സഖ്യത്തിലുള്ള അറബ് ഭരണകൂടങ്ങളെ പ്രതിരോധത്തിലാക്കാൻ അവർ തീരുമാനമെടുത്തു. തുടർന്നാണ് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ തങ്ങളുടെ പ്രോക്സികളെ ഭീകരക്കൂട്ടങ്ങളായി അവർ വളർത്തി തുടങ്ങിയത്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനവും ശക്തിയുമൊക്കെ ഉറപ്പിക്കാൻ തുടർന്ന് ഇരുപക്ഷവും ശ്രമങ്ങൾ ആരംഭിച്ചു. ഇറാൻ എന്ന രാജ്യം തങ്ങൾക്കിനി അപകടകാരികളായി മാറും എന്ന് ഇസ്രായേലികൾ തിരിച്ചറിഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഇറാൻ-ഇറാഖ് യുദ്ധം. യുദ്ധസമയത്ത് പലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് സദ്ദാം ഹുസൈനെ പരസ്യമായി പിന്തുണച്ചു. ഇത് ഇറാനെ ചൊടിപ്പിച്ചു. ഇതോടെ പലസ്തീനുമായുള്ള ഇറാന്റെ ബന്ധം തകർച്ചയിലായി. ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ഇറാൻ തോൽക്കുന്ന ഘട്ടത്തിലെത്തി. തുടർന്നാണ് ഇസ്രായേലിനോട് സഹായവുമായി ഇറാൻ എടുത്തത്. ഉപരോധത്തിൽ വലിഞ്ഞിരുന്ന ഇറാന് ശക്തരായ ഇറാഖി സൈന്യത്തെ നേരിടാൻ ആയുധങ്ങളോ സാങ്കേതിക വിദ്യയോ ഒന്നും സ്വന്തമായില്ലാത്ത കാലഘട്ടം. ഇസ്രായേൽ വിരുദ്ധത പിന്തുടരുമ്പോഴും ആയുധത്തിനായി ഇസ്രായേലിനോടടുത്ത ഇറാന്റെ ചതിയായിരുന്നു പിന്നീട് ലോകം കണ്ടത്. 1980 മുതൽ 88 വരെയുള്ള ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന് പരിപൂർണ പിന്തുണ നൽകി. ഇറാഖിൻ്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്ര ഘടകമായിരുന്ന ഒസിറാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് തകർത്തത് ഇസ്രായേൽ തന്നെ. ഇതോടെ ഇറാൻ-ഇറാഖ് യുദ്ധവേദിയിലേക്ക് ഇസ്രായേൽ പരസ്യമായി ഇടിച്ചിറങ്ങി. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇറാൻ $500 മില്യൺ ആയുധങ്ങളാണ് വാങ്ങിക്കൂട്ടിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ സഹകരണം ശക്തമായ കാലഘട്ടം. പഴയ വൈര്യം മറന്ന് ഇറാനും ഇസ്രായേലും ഒന്നായി മാറുന്നു എന്ന് ലോകം പോലും സംശയിച്ചു. മേഖലയിലുടനീളം തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉറപ്പിക്കാനും വളർത്താനും ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് നീങ്ങുന്ന കാലഘട്ടം. എന്നാൽ ഇറാൻ-ഇറാഖ് യുദ്ധാനന്തരം യാസർ അറാഫത്ത് പരസ്യമായി ഇറാനെ അനുകൂലിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. PLOയുമായുള്ള ഇറാന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ
മുഴുവൻ പരിഹരിക്കപ്പെട്ടു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. പലസ്തീനിലും ലെബനനിലുമൊക്കെ പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാനും നിലവിലുള്ളവയ്ക്ക് കൂടുതൽ പിന്തുണ നൽകാനും ഇറാൻ ശ്രമങ്ങൾ തുടങ്ങി. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. തുടർന്നാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പുതിയ ശക്തികളുമായി ചേർന്ന് ഇറാൻ മേഖലയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവയുൾപ്പെടെ മേഖലയിലെ നിരവധി രാജ്യങ്ങളിൽ തങ്ങളുടെ പ്രോക്സി ഭീകരരെ ഇറാൻ വളർത്തി. 1982 ലെബനിൽ സ്ഥാപിതമായ ഷിയ സംഘടനയായ ഹിസ്ബുള്ള ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായി. ഹിസ്ബുള്ള തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേലിനെ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ ധനസഹായത്തോടെയും പിന്തുണയോടെയുമാണ് ഈ പ്രോക്സികൾ മേഖലയിൽ നിലയുറപ്പിച്ചത്. അവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് മുന്നിൽ: ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക. ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിച്ച് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2000-ന്റെ തുടക്കത്തിൽ ഇറാൻ ആണവപോർമുന വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്ന പദ്ധതികൾ ആരംഭിച്ചു. ഇത് മേഖലയിൽ വലിയ പിരിമുറുക്കത്തിന് കാരണമായി. 2005 തീവ്ര യാഥാസ്ഥിതികനായ നെജാദ് ഇറാന്റെ പ്രസിഡന്റായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തി. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കുന്നതിൽ വിജയിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു. തുടർന്നാണ് മൊസാദിന്റെ പുതിയ തലവന്മാർ തങ്ങളുടെ അധികാരത്തിലേക്ക് എത്തുന്ന ആദ്യ ദിനം തന്നെ ഒരു പ്രതിജ്ഞയെടുക്കുന്നത്. വരുന്ന 13 വർഷത്തേക്ക് ഇറാനെ ഒരു ആണവശക്തിയായി തങ്ങൾ വളർത്തില്ല എന്ന പ്രതിജ്ഞയാണ് ഓരോരോ മൊസാദ് തലവന്മാരും കൈക്കൊണ്ടിരുന്നത്. മൊസാദ് തന്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യ കേന്ദ്രബിന്ദുവായി ലക്ഷ്യമിട്ടതും ഇറാന്റെ ആണവ പദ്ധതികൾ തന്നെ. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ആക്രമണങ്ങൾ തുടർന്നിങ്ങോട്ട് ഇസ്രായേൽ നടത്തി. 2000 ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നാശം വിതച്ച സ്റ്റക്സ്നെസ്റ്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രയേലും US-ഉമാണ് എന്ന് ഇറാൻ പരസ്യമായി പറഞ്ഞു. ഇറാൻ ആണവായുധ പദ്ധതിയുടെ പിതാവ് മുഹ്സിൻ ഫക്രിസാദയെ 2020 പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും മൊസാദ് തന്നെ. ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ച ആ ദിവസം മുതൽ ഇറാൻ ഇസ്രയേലിനെ പരസ്യമായി വെല്ലുവിളിച്ചു. ഇറാന്റെ പ്രോക്സികൾ തന്നെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയതും. ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ പിന്നീട് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. ഒടുവിൽ യമനിലെ ഹൂതികൾക്ക് നേരെയും. ശത്രുനിരെ ഒന്നാകെ തകർത്തതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇറാനെതിരെ ഇസ്രായേൽ നേരിട്ട് ആക്രമണത്തിന് മുതിർന്നത്. നിരന്തരമായ ആക്രമണങ്ങളിലൂടെ ഇറാനിലെ ഭരണ നേതൃത്വത്തെയും സൈന്യമായ റവല്യൂഷണറി ഗാർഡിനെയും ഒക്കെ ദുർബലമാക്കുകയാണ് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം. മറുവശത്ത് അലി ഖമേനിയെ ആ സ്ഥാനത്തു നിന്ന് നീക്കുക എന്നത് ഇസ്രായേലിന്റെ മുഖ്യ ലക്ഷ്യം. അന്താരാഷ്ട്ര ഇടപെടലുകൾ ശക്തമായി ഉണ്ടായില്ല എങ്കിൽ സംഘർഷം ഇനിയും ദിവസങ്ങളോ മാസങ്ങളോ തുടർന്നേക്കും. ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാനിലെ പഴയ ഷാ കുടുംബത്തിലെ നിലവിലെ പിന്തുടർച്ചാവകാശി മുഹമ്മദ് റേസ പഹ്ലവിയെ തിരികെ കൊണ്ടുവരികയാണ് ഇസ്രായേലിന്റെയും US-ന്റെയും മുഖ്യ ലക്ഷ്യം. ഇറാനിലെ നിലവിലുള്ള ഭരണകൂടം എതിർ ശബ്ദങ്ങളെയും വിമത ശബ്ദങ്ങളെയും ഒക്കെ നിഷ്കരണം അടിച്ചൊതുക്കിയിരുന്നു. ഒറ്റപ്പെട്ട വിമത ശബ്ദങ്ങൾ ഉയരുമ്പോൾ തന്നെ അവയെ നിശബ്ദമാക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു. വിദേശത്തിരുന്നു കൊണ്ടാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരെ റേസ പഹ്ലവി പ്രവർത്തിക്കുന്നത്. ഇറാനിലെ മത ഭരണകൂടത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. എന്നാൽ രാജ്യത്ത് വീണ്ടും രാജവാഴ്ച തിരികെ കൊണ്ടുവരുന്നതിൽ ജനങ്ങൾക്ക് കടുത്ത വിയോജിപ്പുമുണ്ട്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൽ ഇസ്രായേൽ വിജയിക്കുമോ? ആ ചോദ്യമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ മുഖ്യമായി ഉയർന്നു കേൾക്കുന്നത്. സിറിയ, ലിബിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ അസ്ഥിരമായ ഭരണകൂടങ്ങളുടെ ഒരു തുടർച്ചയാകുമോ ഇറാനും? അത് പശ്ചിമേഷ്യയിൽ അസ്ഥിരത കൊണ്ടുവരുമെങ്കിലും US-നും ഇസ്രായേലിനുമൊക്കെ അതുകൊണ്ട് കാര്യമായ നേട്ടമുണ്ട്. US പുലർത്തുന്ന ഉദാസീനത സൂചിപ്പിക്കുന്നത് ഒന്നു മാത്രം: എല്ലാ പദ്ധതികൾക്കു പിന്നിലും ചരട് വലിക്കുന്നത് US-ന്റെ ബുദ്ധി. സിറിയ പശ്ചിമേഷ്യയിലെ ഇറാന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിമതർക്ക് ആളും അർത്ഥവും ആയുധവും കൊടുത്തത് US-ഉം ഇസ്രയേലും ഒരുമിച്ചാണ് എന്നതിപ്പോൾ പരസ്യമായി കഴിഞ്ഞു. സിറിയയുടെ വ്യോമമേഖല പൂർണ്ണമായും ഇസ്രായേലിന്റെ കാൽക്കീഴിലായത് അതിന്റെ തുടർച്ച. ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് ഇസ്രായേലും US-ഉം ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇത് ഹൂതികളുടെ ശക്തി ദുർബലമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വ്യക്തം. ഗസയിൽ ഹമാസിനെതിരെ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ഇസ്രായേലിനെ നേരിട്ടത് ഇറാൻ ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഉപയോഗിച്ചുകൊണ്ട്.
അതേ തന്ത്രം ഇപ്പോൾ ഇസ്രയേൽ പുറത്തെടുക്കുന്നു. ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള പശ്ചിമേഷ്യയിലെ ഏക രാജ്യം ഇറാൻ മാത്രമാണ്. മറ്റ് സുന്നി രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലിനോട് വലിയ സൗഹൃദത്തിലാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ തന്നെ കടുത്ത പരസ്യ പ്രസ്താവനകളൊന്നും നടത്താതെ അറബ് രാജ്യങ്ങൾ നിസ്സംഗതയോടെ നിൽക്കുന്നു. ആകെ ഇടപെടൽ നടത്തുന്നത് തുർക്കി മാത്രമാണ്. അതിന് തുർക്കിക്ക് അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട്. യുദ്ധം തുടരുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇസ്രയേൽ വളരെ കാലതാമസം നേരിടുകയും ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കാൻ കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും അമേരിക്കയ്ക്ക്. ഇസ്രയേൽ ഇപ്പോൾ കളിക്കുന്നത് ഒരു ചൂതുകളിയാണ്. തോൽക്കാനും ജയിക്കാനും ഇതിൽ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നവരാണ് ഏറെ. എന്നാൽ ജയിക്കാനായി മാത്രം യുദ്ധം ചെയ്ത ചരിത്രമാണ് ഇതുവരെ ഇസ്രയേലിന് അവകാശപ്പെടാൻ കഴിയുക. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.